എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കസോളിലുള്ളത്. കസോളിൽ നിന്ന് തോഷ് വില്ലേജിലേക്ക് ഒരു ബൈക്ക് യാത്ര, ഒരു സ്കൂട്ടി യാത്രയാണ്. അപ്പോൾ നമുക്കതിന് മനോഹര കാഴ്ചകളൊക്കെ കാണാം. തോഷ് വില്ലേജും ഒന്ന് സന്ദർശിക്കാം. ഇത് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ്. റോഡൊക്കെ വളരെ ചെറിയ റോഡാണ്, പിന്നെ അത്ര സ്മൂത്ത് അല്ല, കുണ്ടും കുഴിയും ഒക്കെ ഉള്ളതാണ്. ഇപ്പുറത്ത് നല്ല കൊക്കയും, അപ്പോൾ അഗാധമായ കൊക്കിയൊക്കെയാണ് ഇപ്പുറത്തുള്ളത്. പിന്നെ സൈഡിലൂടെ പുഴയും ഒഴുകുന്നുണ്ട്. പാർവതി റിവർ, പാർവതി വാലി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് തോഷ് കസോളിൽ നിന്ന് 20 കിലോമീറ്ററാണുള്ളത്. നമുക്ക് ബർസേനി വഴിയാണ് പോകേണ്ടത്. ബർസേനി നമുക്ക് ട്രക്കിങ്ങും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും സ്കൂട്ടി എടുത്ത സ്ഥിതിക്ക് സ്കൂട്ടിയിലാണ് തോഷ് വരെ യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. വന്ന വഴിയുണ്ട് റോഡൊക്കെ. ഇവിടെ കുറച്ചുണ്ട്, അവിടെയൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇനി ഇതിങ്ങനെ പോകണം. പിന്നെ ഇതിൻ്റെ കൊക്കയാണ് ഈ സൈഡിലുള്ളത്, കണ്ടോ? പക്ഷേ എൻ്റെ പൊന്നു, നല്ല ആഴത്തിലുള്ള കൊക്കയാണ്. നല്ല വ്യൂ പോയിന്റ് കാണാൻ, കണ്ടോ മല. ഇവിടെ ഒന്നും ആൾ സഞ്ചാരമില്ലാത്ത മലയാണ്. മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്. വാ, സൂപ്പർ. എന്താ ഇത്? കിടിലം തന്നെ. क्या जगह है. So welcome to Tosh village. This is the view point. ഇത് തോഷ് വില്ലേജിൽ ഇത് തന്നെയാണ് തോഷ് വില്ലേജ്. ഈ കാണുന്ന മലേൻ്റെ മുകളിൽ നമുക്ക് ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇവിടെയൊക്കെ റോഡ് ഇത്രയും ചെറിയ റോഡാണുള്ളത്. ഞാനിപ്പോൾ തോഷ് വില്ലേജ് എത്തിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാം. നടന്നു വരാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ ചെറിയ റോഡുമാണ്, പിന്നെ നല്ല കൊക്കിയും. ചെറിയ വഴി എവിടം വരെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ റോഡ് എല്ലാം പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്.
ഇതെല്ലാം തന്നെയാണ്. ഒരു വെള്ളച്ചാട്ടം പാറേൻ്റെ ഇടയിൽ നിന്ന് അല്ലത് അവിടെ നിന്ന് വരുന്നത്. ശരി, റോഡിൻ്റെ ഇത് റോഡല്ല, ഇതിൽ നടന്ന അപ്പുറത്തെത്തണം. ഇതാണ് തോഷ് വില്ലേജ്. ഇപ്പം നിറയെ കോട്ടേജസൊക്കെയാണ്. തോഷ് വാലി വർക്ക് ഹൗസ് ആൻഡ് കഫേ. ഇവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നത്. അതെ, നമുക്ക് അത് നോക്കാൻ പോവാണ്. വേറൊന്നും കാര്യമായിട്ടില്ല തോഷ് വില്ലേജിൽ. ഹോം സ്റ്റേ നിറച്ചുണ്ട്. ഹലോ തോഷ് ആൻഡ് കഫേ. എന്താ ഗസ്റ്റ് ഹൗസ്. ഇതിലെ കോട്ടേജസ് എവിടെയുള്ളത്? ജർമ്മൻ ബേക്കറിയും കഫേ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. आराम से अरे आप फोटो ले लो, आपको लेना तो सर. ടോഷ് വില്ലേജ് കാണാനുള്ള വ്യൂ പോയിൻറ്റ്സ്. പിന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, കുറച്ച് ദൂരമാണ്. ഇതാണ് ബർസേനി. അപ്പം ഇവിടെ നിന്നാണ് പല ട്രക്കിങ്ങും, പല കീർഗംഗ, പിന്നെ തോഷ്, അങ്ങനെ പല സ്ഥലത്തു നിന്നും ട്രക്കിംഗ് ആയിട്ട് പോകേണ്ട പോയിന്റ് ഇതാണ്. ഇവിടം വരെ ബസ്സും ഉള്ളൂ. ഇതാണ് ബർസേനി ടൗൺ. ഒരു ചെറിയ ടൗൺ ആണ്. റോഡൊക്കെ വളരെ മോശമുള്ള, അത്ര വൃത്തിയൊന്നുമില്ല. പക്ഷെ വ്യൂ പോയിൻ്റൊക്കെ കിടിലാണ്. മനോഹരമായ വ്യൂ പോയിൻറ്റ്സൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ബർസേനി.